ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് പോകേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് അപ്പൂപ്പൻ ഹോസ്പിറ്റലാണ്, അപ്പോൾ അപ്പൂപ്പനെ കാണണം. പിന്നെ ഇരിങ്ങാലക്കുട മേള നടക്കല്ലേ, അപ്പോൾ അവിടേക്ക് ഒന്ന് കയറണം. പിന്നെ ഒരു പാർക്ക് പുതിയതായിട്ട് ഇനാഗുറേഷൻ ചെയ്തേക്കല്ലേ, അപ്പോൾ അവിടേക്ക് ഒന്ന് കയറണം എന്നുണ്ട് കേട്ടോ. അപ്പം നടക്കില്ലെന്ന് അറിയില്ല. അപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ, അപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. വണ്ടി ഓടിക്കാൻ അല്ലെ എന്നോട് ഉച്ചയ്ക്ക് ഒന്നും തിന്നാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര മണിയായി? 5 മണിയായി. ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. എന്നോട് മന്തി വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ മന്തിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇക്കോ ബൈസിൽ കയറി മന്തിയൊക്കെ കഴിച്ച് അപ്പൂപ്പനെ കണ്ട് അവിടെ നിന്ന് പോന്നിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഇവിടെ ലക്ഷ്മി നക്ഷത്രയിൽ ഇനാഗ്രേഷൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി നക്ഷത്രം ഇറങ്ങി. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ തുള്ളണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി നക്ഷത്രം performance. Thank you so much guys. പാടണം. ഓക്കെ, ഞാൻ ചേട്ടന് വേണ്ടി. ചേട്ടന്റെ പേര് ജിഷു. സോറി കേട്ടാ, ഷീ ആദ്യം വന്നു. നിങ്ങളുടെ നാടാണല്ലേ? എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ആണോ ചേട്ടന്റെ കല്ലാണോ നെഞ്ച്? ആണോ ചേട്ടനെ ഒന്ന് ക്ലോസ് കാണിക്കൂ. കല്ലാണോ നെഞ്ച്? അല്ലല്ലോ, സോഫ്റ്റ് അല്ലേ? ആ, മാടപ്രവന്റെ ഹൃദയ. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചകരത്തുണ്ടാണ് കണ്ടതയ്യ. ലക്ഷ്മി നക്ഷത്ര ഡാൻസ് തുടങ്ങി. അങ്ങനെ കഴിയാറായിട്ടുണ്ട് ആ പരിപാടി. അപ്പോഴേക്കും എന്നെ ഒരു അപ്രതീക്ഷമായി എന്നെ ആർഗിൽ ഗോൾസിന്റെ ആർദ്ര ഇവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് 1 മില്യൺ ആവട്ടെ. എനിക്ക് വളരെയധികം സന്തോഷമായിട്ടാണ്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ ലക്ഷ്മി നക്ഷത്രം കാണുന്നത് തന്നെ. അപ്പോൾ ലക്ഷ്മി നക്ഷത്രം പോകാൻ പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ഷെയർ ചെയ്യ്, കമൻറ്റ് ചെയ്യ്. ബൈ.